ശ്യാമേ, കേരളം ഞെട്ടിയ കൂട്ടക്കൊലപാതകങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് ഏറ്റവും പുതിയ സംഭവം വെഞ്ഞാറമൂട്ടിൽ അഫാൻ എന്ന് പറയുന്ന 23 വയസ്സുകാരൻ, അയാളുടെ മുത്തശ്ശി, അതുപോലെ തന്നെ പിതാവിൻ്റെ സഹോദരൻ, ആ സഹോദരൻ്റെ പിതൃസഹോദരൻ്റെ ഭാര്യ, ഈ അഫാൻ്റെ അനിയൻ, അതുപോലെ തന്നെ അയാളുടെ കാമുകി, ഇത്രയും പേർ, പിന്നെ അമ്മയ്ക്ക് ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിലാണ്. നമ്മൾ വല്ലാതെ നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവം അതുപോലെ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഈ കൂട്ടക്കൊലപാതകങ്ങളെക്കുറിച്ച് ചരിത്രം വളരെ വലുതാണ് കേരളത്തിൽ. കൂട്ട ആത്മഹത്യയും കൂട്ടക്കൊലപാതകവും അത് ഇഷ്ടംപോലെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്, ധാരാളം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ പറയാൻ നിന്നാലും ഇന്നത്തെ ഒരു എപ്പിസോഡ് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം തന്നെ തികയാതെ വരും. ഓരോന്നിനും ഓരോ റീസണാണ്, പലതരത്തിലുള്ള കാരണങ്ങളാണ്. അത് മുൻകാല ചരിത്രം എടുക്കുമ്പോൾ ഇതിനൊക്കെ വളരെ കൃത്യമായി ഒരു റീസണിനെ കുറച്ച് പറയാൻ പറ്റും, ഒരു കാരണമുണ്ട് എന്നാണ് ഇതിൻ്റെ വ്യത്യാസം. ഇപ്പോൾ പഴയ ഓരോ കേസസ് എടുക്കുമ്പോഴും ഒരു കേസ് ഹിസ്റ്ററിയിൽ നമ്മൾ നോക്കുമ്പം പോലീസ് എഴുതി വെച്ചിരിക്കുന്ന കുറ്റപത്രത്തിലെ ആ റീസൺ വായിക്കുമ്പോൾ നമുക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റും. ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അത് ശരിയാണെന്ന് പറയുകയല്ല, ഇതൊരു റീസൺ ആയിരിക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാൻ തോന്നും. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് നമ്മളെ കൺവിൻസ് ചെയ്യിക്കാൻ ഈ കുറ്റപത്രത്തിന് പറ്റും. ഇപ്പോൾ എഴുതുന്നൊന്നും ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇപ്പം കേരളം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊലകളിൽ ഒന്നെന്ന് പറയുന്നത് 2001 ജാനുവരി 6 മാഞ്ഞൂരാൻ ഫാമിലി, അഗസ്റ്റിൻ മാഞ്ഞൂരാൻ, ആലുവയിൽ. അഗസ്റ്റിൻ മാഞ്ഞൂരാൻ അവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഒരു ഹാർഡ്വെയർ ഷോപ്പ് നടത്തുന്ന ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ബേബി, മകൻ ജസ്മോൻ, മകൾ ദിവ്യ, അമ്മ ക്ലാര, സഹോദരി കൊച്ചുറാണി, ഇത്രയും പേരെയാണ് അന്ന് കൊലപ്പെടുത്തിയത്. ആൻ്റണി എന്ന് വിളിക്കുന്ന ആൻ്റപ്പനാണ് ഈ കേസിലെ ക്രൈം കേസിലെ പ്രതിയായിട്ട് പോലീസ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ കേസ് സംബന്ധിച്ച് ഒരുപാട് സംശയമുള്ളതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു എപ്പിസോഡ് വാഗ്വിദ് ശ്യാം എന്ന് പറയുന്ന എൻ്റെ ചാനലിനകത്ത് ഈ ആലുവ കൂട്ടക്കൊലയെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഓർമ്മ. പിന്നീടുണ്ടാകുന്നത് 2002 മുതൽ 2016 വരെ നീണ്ട നമ്മുടെ കോഴിക്കോട് കൂടത്തായിയിലെ പൊന്നാമറ്റം ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ള കൊലപാതകം. ഈ അഗസ്റ്റിൻ മാഞ്ഞൂരാൻ്റെ കൊലപാതകത്തിൽ പോലീസ് എഴുതിയിരിക്കുന്ന കുറ്റപത്രത്തിലെ റീസൺ ഈ ആൻ്റപ്പൻ എന്ന് വിളിക്കുന്ന ആൻ്റണിക്ക് വിദേശത്തേക്ക് പോകാൻ സഹായിക്കാമെന്ന് കൊച്ചുറാണി പറഞ്ഞിരുന്നതായും കൊച്ചുറാണി തത്സമയം പൈസ കൊടുക്കാത്തത് കൊണ്ട് ഇയാൾ കൊലപാതകത്തിലേക്ക് കടന്നു എന്നുമാണ് ഈ കേസിലെ പറഞ്ഞിരിക്കുന്നത്. ആ കേസിൽ എൻ്റെ ഒരു പ്രധാനപ്പെട്ട സംശയം, അങ്ങനെയാണെങ്കിൽ ഈ കൊച്ചുറാണിയും ക്ലാരയും മാത്രമാണ് ആ വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്. അവരെ കൊലപ്പെടുത്തി പണവുമായിട്ട് അയാൾക്ക് പോയാൽ മതി. പിന്നീട് 2 മണിക്കൂർ കാത്തിരുന്ന് ബാക്കിയുള്ളവരെ കൂടി കൊലപ്പെടുത്തേണ്ട ആവശ്യം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ എന്നുള്ളത് ഒരു വലിയ സംശയമാണ്. പിന്നെ വിദേശത്തേക്ക് പോകാൻ തൊട്ടടുത്ത ദിവസം ടിക്കറ്റ് റെഡിയായിരിക്കെ തലേ ദിവസമാണോ കൊച്ചുറാണിയോട് പണം വാങ്ങാൻ ഇദ്ദേഹം എത്തുന്നത്? അങ്ങനെ കുറേ പ്രശ്നം ആ കേസിലുണ്ട്. ആ കേസിൽ എല്ലാവരെയും ഓടിച്ചിട്ട്, ആ വീടിനുള്ളിൽ ഓടിച്ചിട്ട് അടിച്ചു കൊന്നു എന്നാണ്, കൊലപ്പെടുത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ മെറിറ്റിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പോകുന്നില്ല. അല്ല, ഞാൻ എൻ്റെ പറഞ്ഞു വന്നപ്പോൾ ഒരു സംശയം പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ 2002 മുതൽ 2016 കൂടത്തായി ജോളി നടപ്പാക്കിയ കൊലപാതകം. അതിൽ പൊന്നാമറ്റം ടോം തോമസ്, ഭാര്യ അന്നമ്മ തോമസ്, മകൻ റോയി തോമസ്, പിന്നെ അയാളുടെ ഈ അമ്മാവൻ MM മാത്യു, പിന്നെ ഇവരുടെ ഒരു മകനായിട്ടുള്ള ഷാജുവിൻ്റെ ഭാര്യ സിലി, മകൾ ആൽഫൈൻ, ഇത്രയും പേരെ ജോളി വിഷം കൊടുത്തു കൊന്നതാണ് കൂടത്തായി കേസ്. കൂട്ടക്കൊലയാണ്. ഇതിലെ കാരണമായിട്ട് ജോളിക്കുണ്ടായിരുന്നത് ഈ സ്വത്തുക്കൾ തട്ടിയെടുക്കുക, ടോം തോമസിൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കുക, ഒപ്പം മകൻ ഷാജുവിനൊപ്പം ജീവിക്കുക. കുറ്റപത്രത്തിലുള്ള ഒരു സാധനമാണ് അത്. വിശ്വസനീയമായിട്ടുള്ള ഒരു കാരണമാണ്, നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും. പിന്നീട് 2017 ഏപ്രിൽ 9 അത് നമ്മുടെ നന്തൻകോട് കൂട്ടക്കൊലപാതകം. ഡോക്ടർ ജീൻ പത്മ, ഭർത്താവ് പ്രൊഫസർ രാജാത്തങ്കം, പിന്നെ മകൾ കരോളിൻ, പിന്നെ ബന്ധു ലളിത, ഇത്രയും പേരെയും മകനായ കേഡൽ ജിൻസൺ രാജ കൊലപ്പെടുത്തി. അയാളുടെ മനോനില സംബന്ധിച്ച് ഡോക്ടർമാർ തന്നെ പലതവണ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞതാണ്
ആസ്ട്രൽ പ്രൊജക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇയാളുടെ ഒരു മനോനില അക്രമത്തിന് ഉതകുന്നതാണ്, കൊലപാതകം നടത്താൻ അയാൾ തയ്യാറായിരിക്കുന്ന ഒരാളായിരുന്നു എന്ന് ഇയാളെ പരിശോധിച്ച് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. പിന്നെ ആ വീട്ടിൽ നടന്ന സംഭവങ്ങൾ കുട്ടിക്കാലം മുതലേ ഇയാളുടെ ചിന്താഗതിയെ ബാധിച്ചിട്ടുണ്ട്. ഇയാൾ കുട്ടിക്കാലം മുതലേ അസ്വാഭാവികമായി കുറേ കാര്യങ്ങൾ ആ വീട്ടിൽ കണ്ടിരുന്നു. അത് ഇയാളുടെ മനോനിലയെ ബാധിച്ചു ബാക്കിയുള്ളവരോട് പ്രതികാരമായി. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അറിയാവുന്ന ഡോക്ടറും ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തിയ ഡോക്ടേഴ്സൊക്കെ അന്ന് വിലയിരുത്തിയ ഒരു സാധനമാണ്. അപ്പോൾ ഇത് എന്താണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കേസിൻ്റെ ഹിസ്റ്ററിയിൽ കുറ്റപത്രത്തിൻ്റെ രേഖയിൽ എവിടെയും ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഇത് അയാളുടെ പിന്നെ കൗൺസിൽ ചെയ്തപ്പോൾ അയാളിൽ നിന്നും പുറത്തു വന്ന കാര്യങ്ങൾ ഡോക്ടർ രേഖപ്പെടുത്തി. അത് മെഡിക്കൽ യൂസിനുള്ള സാധനമാണ്, നമുക്കുള്ളതല്ല. ഒരു മനോനിലയിൽ പ്രശ്നമുള്ള ഒരാളുടെ ഈ പറയുന്ന പോലെ അയാൾ സംസാരിച്ച കാര്യങ്ങൾ നമുക്ക് എടുത്ത് അയാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല. അതുകൊണ്ട് അതിലേക്കും കടക്കുന്നില്ല. എങ്കിലും ഇതും ഒരു റീസണാണ്, അത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരാൾ ഇത് ചെയ്യും. പിന്നെ അതിനിടയ്ക്കൊരു സംഭവം ഉള്ളതാണ്. 2012 സെപ്റ്റംബർ 9 സൗമ്യ, പടന്നക്കര സൗമ്യ സ്വന്തം അച്ഛൻ, പിന്നെ ആദ്യം കൊല്ലുന്നത് സ്വന്തം മകൾ കീർത്തനയെ കൊന്നത് പക്ഷേ രേഖകളിലില്ല. കീർത്തനയെ കുഴിച്ചിട്ടിട്ട് 6 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ കേസിൽ സംശയം വന്നത്. അപ്പോൾ കുഞ്ഞായിരുന്നു, അതുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ ബോഡി പിന്നെ പുറത്തെടുത്ത് പരിശോധിക്കുക, റീപോസ്റ്റ്മോർട്ടം നടത്തുക എന്നുള്ളത് സാധ്യമല്ലായിരുന്നു. പക്ഷേ അന്നത്തെ രേഖകളിൽ ഉണ്ടായിരുന്നു ഇത് വിഷം ഇതിൻ്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ട് എന്നുള്ള സംശയം അന്നത്തെ ഡോക്ടേഴ്സിന്, ഈ കുഞ്ഞിനെ പരിശോധിച്ച ഡോക്ടർമാർക്കുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞിട്ട് അവരുടെ ഈ സൗമ്യയുടെ മകൾ ഐശ്വര്യ മരിക്കുന്നു. പിന്നെ കമല മരിക്കുന്നു, ഈ സൗമ്യയുടെ അമ്മ കമല മരിക്കുന്നു. പിന്നെ കമലയുടെ അച്ഛൻ കുഞ്ഞികൃഷ്ണൻ മരിക്കുന്നു. ഐശ്വര്യ മരിക്കാനുള്ള കാരണമായി കണ്ടെത്തിയിരിക്കുന്നത്, ഐശ്വര്യ ഒരു ദിവസം രാത്രിയിൽ ബെഡിൽ ഉണർന്നിരുന്നു. രാത്രി ചെറിയ കുട്ടിയാണ്, അവൾ ഉണർന്നു. പക്ഷേ എങ്കിലും അവൾക്ക് കാര്യപരമുണ്ട്, കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പ്രായമായി കഴിഞ്ഞു. അപ്പോൾ ബെഡിൽ രാത്രിയിൽ ഉണർന്ന ഐശ്വര്യ 2 പുരുഷന്മാർക്കൊപ്പം അമ്മ കിടക്കുന്നതാണ് ഈ കുഞ്ഞ് കാണുന്നത്. ഇത് കണ്ട പേടിച്ച കുഞ്ഞ് ഉറക്കം നിലവിളിച്ചപ്പോൾ ഈ സൗമ്യ അതിനെ അടിക്കുകയും പിന്നെ അതിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇത് ആരത്തേലും ഇത് ഈ കുട്ടി പറയുമോ എന്ന സംശയത്തിലാണ് ഐശ്വര്യയ്ക്ക് സൗമ്യ വിഷം കൊടുക്കുന്നത്. പിന്നീട് ഐശ്വര്യയുടെ മരണത്തിൽ സംശയം കമലയ്ക്ക് തോന്നുന്നു, കമലയെ കൊല്ലുന്നു. കമലയുടെ മരണത്തിൽ കുഞ്ഞികൃഷ്ണന് സംശയം തോന്നി തുടങ്ങി. അപ്പോഴത്തേക്ക് അവിടെ പ്രശ്നങ്ങളൊക്കെ ചർച്ചയായി തുടങ്ങിയപ്പോൾ കുഞ്ഞികൃഷ്ണനെയും കൊലപ്പെടുത്തി. ഒടുവിൽ സൗമ്യ തന്നെ കുറച്ച് ഈ പറയുന്ന വിഷമെടുത്ത് കഴിച്ചു. ഒടുവിൽ സൗമ്യ കണ്ണൂർ വനിതാ ജയിലിൽ പിന്നെ തൂങ്ങി മരിക്കുകയാണ്. ഇത് നമ്മുടെ മറ്റേ ചാനലിനകത്ത് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അത് കഴിഞ്ഞിട്ട് 2018 ജൂലൈ 29 പിന്നെ തൊടുപുഴ കമ്പക്കാനത്തെ പിന്നെ കൂട്ടക്കൊല, അതിനും റീസണുണ്ട്. സൗമ്യയുടെ റീസൺ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. മകൾ അവിഹിതം കണ്ടു. പിന്നീട് ഓരോരുത്തരായിട്ട്, അതായത് തൻ്റെ അവിഹിതമായിട്ടുള്ള ജീവിതത്തിന് പിന്നെ ഇവരെല്ലാം ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കുന്ന സൗമ്യയാണ് ഇവരെ കൊലപ്പെടുത്തുന്നത്. സൗമ്യയുടെ ലിസ്റ്റ് എടുത്തപ്പോൾ 16 വയസ്സുകാരൻ വരെ സൗമ്യയുമായി ഇത് ചെയ്തിട്ടുണ്ട്, സെക്ഷലി ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സൗമ്യ പോക്സോയിലും കൂടെ പ്രതിയാവേണ്ട ഘട്ടം എത്തിയിരുന്നു. അതിനുശേഷം 2018 ജൂലൈ 29 തൊടുപുഴ കമ്പക്കാനത്തെ കൃഷ്ണൻ, ഭാര്യ സുശീല, മക്കളായ ആർഷ, അർജുൻ, ഇത്രയും പേരെയും കൊലപ്പെടുത്തുന്നത്. അതിന് റീസണുണ്ട്. മോഷണം നടന്നിട്ടുണ്ടായിരുന്നു. മോഷണം നടത്തുവാൻ വേണ്ടി ഇത്രയും പേരെ കൊലപ്പെടുത്തി. അത് കഴിഞ്ഞ് 2022 ഇതേ തൊടുപുഴയിൽ തന്നെ പിന്നെ മുഹമ്മദ് ഫൈസലിൻ്റെ ഭാര്യ ഷീബ, മക്കളായിട്ടുള്ള മെഹ്റിൻ, അസ്ന, ഇത്രയും പേര് വെന്തു മരിച്ചു. ഇത് ചെയ്തത് ഫൈസലിൻ്റെ പിതാവ് ഹമീദ് മക്കർ. ഇയാൾ പെട്രോൾ ഉറങ്ങിക്കിടന്ന ഈ ഫാമിലിയുടെ ദേഹത്തേക്ക് ഒഴിച്ച് കത്തിച്ചു കളഞ്ഞു. അപ്പം അതിനും റീസണുണ്ട്. ഹമീദും ഫൈസലും തമ്മിൽ ദീർഘനാളായി സ്വത്ത് തർക്കം നടക്കുന്നുണ്ടായിരുന്നു. ഫൈസലിന് സ്വത്തുക്കൾ, അതായത് പിതാവിൻ്റെ സ്വത്ത് മകന് കൈമാറാൻ പിതാവ് തയ്യാറല്ല. ഫൈസലിനാണെങ്കിൽ സാമ്പത്തികമായ ആവശ്യങ്ങളും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഫൈസൽ സ്ഥിരമായി ഈ സ്വത്ത് ആവശ്യപ്പെടുകയും പിതാവ് ഈ പറയുന്ന ഹമീദുമായി പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടാവുകയും ചെയ്തു. അതിൻ്റെ പ്രതികാരം വീട്ടാൻ വേണ്ടി എന്ത് ചെയ്തു? ഈ ഹമീദ് മക്കർ കൊലപ്പെടുത്തി. പിന്നീട് ഇങ്ങോട്ടുള്ളതാണ് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഈ 2025-24 ശേഷമുള്ള ഈ കാലഘട്ടം. അതിലുള്ള കൊലപാതകങ്ങളൊക്കെ ഓരോ റീസൺ എടുത്തു വളരെ ഡിഫറൻ്റ് ആണ്. ഒന്നും വിശ്വസനീയമല്ല. ദീപു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ,
അമ്പിളി എന്ന് പറയുന്ന ഗുണ്ടയ്ക്ക് 10 ലക്ഷം രൂപ നൽകുന്നു. 10 ലക്ഷം രൂപ നൽകിയ ശേഷം അമ്പിളി ദീപുവിനെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട് സ്റ്റേറ്റിലേക്ക് കടന്ന ശേഷം അവിടെ വെച്ച് കഴുത്തറത്ത് കൊല്ലുന്നു. കളിക്കാവള കഴിഞ്ഞിട്ട് കൊലപ്പെടുത്തുന്നു. അമ്പിളി പറയുന്ന കാരണം ദീപു മരിക്കുവാൻ വേണ്ടി തനിക്ക് കൊട്ടേഷൻ തന്നു 10 ലക്ഷം രൂപ. കേരളത്തിലെ തന്നെ ആദ്യത്തെ മരിക്കുവാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത കഥയായിരിക്കും ചിലപ്പോൾ ഈ ദീപുവിൻ്റേത്. വേദനയില്ലാതെ കൊല്ലണം, ഇതാണ് ദീപുവിൻ്റെ ആവശ്യം. ഞാൻ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള, ഇത് സിംഗിൾ കേസാണ്, ഒരാൾ മാത്രം മരണപ്പെട്ട കേസാണ്. ഞാൻ ഈ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് കേസസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. പാലക്കാട് പോത്തുണ്ടിയിൽ പിന്നെ അപ്പായി എന്ന് പറയുന്ന ആളുടെ ഭാര്യ ലക്ഷ്മി, മകൻ സുധാകരൻ, ചെന്താമര കേസ്. അത് ധാരാളം, അത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇനി ഒരാളെ കൂടെ ഞാൻ ഇറങ്ങാൻ വെയിറ്റ് ചെയ്യാണ്. ഇറങ്ങിയിട്ട് ഇനി ഒരാളെ കൂടെ ചെന്താമരയ്ക്ക് തട്ടാനുണ്ട്. 100 വർഷം വേണമെങ്കിൽ നിങ്ങൾ ജയിലിൽ കിട്ടും. ഇതാണ് ആറ്റിറ്റ്യൂഡ്. അത് കഴിഞ്ഞിട്ട് 2024 ജാനുവരിയിലാണ് ചേന്നമംഗലം കൊലപാതകം. ചേന്നമംഗലത്ത് പിതാവ് പിന്നെ എന്താ കാര്യം, ഒരു നായ അതിർത്തി ലംഘിച്ച് ഋതു എന്ന് പറയുന്ന അവൻ്റെ വീട്ടിലേക്ക് ചെന്നു. ഇതാണ് റീസൺ. ഇവരുടെ നായ അവൻ്റെ വീട്ടിൽ ചെന്നു. അവനെന്താ ചെയ്തേ? അവൻ കമ്പിവടിയുമായി വന്ന് ഈ പിന്നെ വേണു എന്ന് പറയുന്ന മനുഷ്യൻ, ചേന്നമംഗലത്ത് വേണു എന്ന മനുഷ്യൻ, അയാളുടെ ഭാര്യ ഉഷ, മകളും ഭർത്തൃമതിയുമായിട്ടുള്ള വിനീഷ, പിന്നെ അതിൻ്റെ ഭർത്താവ്, അതിൻ്റെ ഭർത്താവ് ഇപ്പോഴും ട്രീറ്റ്മെൻറ്റിലാണ്. ഇത്രയും പേര്. ഇതും കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ തികഞ്ഞിട്ടില്ല, അതിനു മുമ്പ് ഇവിടെ വെഞ്ഞാറമൂട്ടിലെ കൊലപാതകം. അതായത് ഞാൻ മുൻപ് പറഞ്ഞ കേസസിലൊക്കെ നമുക്ക് ഈ പല പല കാരണങ്ങൾ, ഈ കുറ്റപത്രത്തിലെ കാരണങ്ങൾ വായിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് എന്താ പറയുക, ഇവനത് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. എന്തുകൊണ്ട് കൊലപാതകം ചെയ്തു എന്നുള്ളതിന് വ്യക്തമായ ഒരു കാരണം പറയാൻ പറ്റും. ഇതൊക്കെ എന്ത് കാരണമാണ്? കാമുകിയെ അടിച്ചു കൊല്ലുക, ഏറ്റവും കൂടുതൽ ജീവന് തുല്യം ഇവൻ സ്നേഹിച്ചു എന്ന് പറയുന്ന ഒരു ആൺകുഞ്ഞിനെ തല്ലിക്കൊല്ലുക, അമ്മയെ കഴുത്ത് മുറുക്കുക, പിന്നെ അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിക്കുക. ഭാഗ്യത്തിന് ആ സ്ത്രീ ജീവനോടെ കൊണ്ടിപ്പോഴും വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് നിലനിൽക്കുന്നത്, ജീവനോടെ നിൽക്കുന്നത്. പിന്നെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ, ആ ജ്യേഷ്ഠൻ്റെ ഒന്നും അറിയാത്ത, ഇതൊന്നും ഇവരുടെ കുടുംബത്തിലൊന്നും യാതൊരു ബന്ധവും വരാത്ത ഷാഹിന, ഒരു പ്രശ്നത്തിലും ഒരു കാര്യത്തിലും ഇടപെടാൻ വരാത്ത ഷാഹിന ഒന്നും അറിയാതെ അവരെ തല്ലിക്കൊന്നു. പിന്നെ ഇതൊന്നും അറിയാത്ത ഒരു 10, 80, 90 വയസ്സുള്ള ഒരു പിന്നെ വാപ്പുമ്മ, അവരെ കിലോമീറ്ററുകൾ താണ്ടിപ്പോയി തല്ലിക്കൊല്ലുക. ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇന്നും ഇവിടെ ഒരു മർഡർ അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്, കൊലപാതകം നടന്നിട്ടുണ്ട്. മരണം റിപ്പോർട്ട് ചെയ്തു എന്നറിയില്ല. ഇന്നും ഒരു മർഡർ അറ്റംപ്റ്റ് ട്രിവാൻഡ്രത്ത് നടന്നിട്ടുണ്ട്. മരണം സംഭവിച്ചോ എന്നറിയില്ല. അത് ഞാൻ രാവിലെ അതിൻ്റെ ഇത് കണ്ടതാണ്. ഇങ്ങനെ ഒരു സംഭവം പോലീസിൽ നിന്ന് വന്നായിരുന്നു. പിന്നെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കാൻ ഇതിൻ്റെ കുറേ തിരക്കുകൾ ഇരിക്കുന്നത് കൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ വരുന്ന കേസസും മുൻപുണ്ടായിരുന്ന കേസും തമ്മിൽ യാതൊരു വലിയ വ്യത്യാസമുണ്ട്. 2020 മുമ്പുള്ള ക്രൈമുകളുടെ കാരണങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലൊക്കെ കാരണം നമുക്ക് ഏകദേശമൊക്കെ ഒരു സാധാരണ മനുഷ്യന് ബോധ്യപ്പെടും. ഇപ്പോൾ വരുന്ന കൊലപാതകങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് യാതൊരു കാരണവും, എല്ലാം ലഹരിക്കടിമപ്പെട്ടതോ അല്ലെങ്കിൽ മാനസികമായി വെല്ലുവിളി നേരിടുന്നോ ഒക്കെ ഉള്ള ആളുകളാണ്. അതെ. ഇപ്പോൾ എത്ര മാതാപിതാക്കളാണ് മരണപ്പെട്ടതെന്നറിയോ? നമ്മൾ ഈ വർഷം എടുക്കുക 2025 മരണപ്പെട്ട എത്ര മാതാപിതാക്കൾ ഉണ്ട് എന്നുള്ളത് കണക്കെടുക്കുക. എനിക്ക് തോന്നുന്നു അമ്മമാരാണ് കൂടുതൽ ഇരയായിട്ടുള്ളത്. അമ്മമാരാണ്. എനിക്ക് 4-5 അമ്മമാർ ഇരയായിട്ടുണ്ട്. അറ്റംപ്റ്റ് മർഡറിന് തന്നെ അമ്മമാർ 10-23 മേളിലുണ്ട്. മാതാവ് തന്നെ ഇരയായിട്ടുള്ളത്. പിതാവ് പിന്നെ കുറച്ചുകൂടെ ആരോഗ്യമുള്ളതുകൊണ്ട് പിതാവിനോട് അങ്ങനെ ഇവന്മാർ ഏറ്റുമുട്ടാൻ ഇച്ചിരി അധികം കയറി കളിക്കാൻ നിൽക്കാൻ ആരോഗ്യമുള്ള പിതാവാണെങ്കിൽ കൈവെക്കാൻ ഇത്തിരി ശ്രദ്ധിക്കും, അല്ലെങ്കിൽ പുറകിൽ നിന്ന് അടിക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ പിതാവ് പിന്നെ കാലവിയപ്പാരി ഭിത്തി അടിക്കും. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഇവന്മാർ പൂർണ്ണമായും നോർമൽ അല്ലെന്ന് പറയാൻ പറ്റില്ല. തൻ്റെ കൈപ്പാങ്ങിന് ഒതുങ്ങുന്ന രീതിയിലെ കാര്യങ്ങൾ ഇവന്മാർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവൻ്റെ കാര്യം തന്നെ ആ ലത്തീഫ് എന്ന് പറഞ്ഞ മനുഷ്യനെ പുറകിൽ നിന്ന് ആദ്യത്തടി പുറകിൽ നിന്നുള്ള അടി അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്രൈം കേസുകൾ ധാരാളമായി വരുന്നു. അപ്പോൾ കൂട്ടക്കൊലയിൽ നമ്മുടെ സംസ്ഥാനം ഒട്ടും പിറകിലല്ല. അപ്പോൾ ഇത് ഇപ്പം ചിലരൊക്കെ പറയും, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഞെട്ടി കേരളം എന്നും പറഞ്ഞിട്ട് ഇന്നലെ ഏതോ ഒരു ചാനലിനകത്ത് വാർത്ത കൊടുത്തുകൊണ്ടിരുന്നപ്പം അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് എന്ത് ഞെട്ടാനാ, ദിവസവും ഞാൻ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ആരുടെ ഞെട്ടാൻ പറയുന്നത്? അവർ വേണമെങ്കിൽ ഞെട്ടട്ടെ, നമുക്ക് ഞെട്ടാൻ സമയമില്ലെന്ന് അവൻ എന്നോട് പറയാം. ഞാൻ ചോദിച്ചേട്ടാ അവർ കൊലപാതകമാണ്. അത് തന്നെ, ഇതൊക്കെ കേട്ട് മടുത്തളിയാന്ന് പറഞ്ഞു അവൻ എന്നോട് പറയാം.
മടുത്തടാ അത്. അതെ അതെ, ദിവസവും ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കേസസ് റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ക്രൈം കേസ് നടന്നെങ്കിൽ പിന്നെ നീയൊക്കെ എന്തിനാ പറയാൻ നിൽക്കുന്നത്? നീയൊക്കെ പറയുന്നതുകൊണ്ടാണ് ഇവിടെ കൊലപാതകം കൂടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ന്യായമോ? നമ്മൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അറിയുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അറിഞ്ഞിരിക്കണം, ആളുകൾ അറിയണം, ശ്രദ്ധ വേണം, അതെ, അലേർട്ടായിരിക്കണം. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും എന്താ പറയുക, ഈ പിന്നെ നമ്മുടെ ഈ സാധനം കേട്ടിട്ട് ഒരാൾ ഇപ്പം റോഡിൽ ഇപ്പം എന്താ പറയുക വെറുതെ ഇരിക്കുന്ന ഒരു പയ്യനോട് പോയിട്ട് നീ എവിടെ പോകുന്നത് പോലും ചോദിക്കാതെ അങ്ങ് വീട്ടിൽ പോകുമല്ലോ. അങ്ങനൊന്നും ചോദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, ചോദിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. ഈ വട്ട് പിള്ളേർക്ക് സംസാരിക്കാൻ കൊള്ളില്ല. അതെ അതെ, ആ വട്ട് പിള്ളേരെന്ന് പറഞ്ഞു സൂക്ഷിക്കണം, ക്ഷമിക്കുക. അപ്പോൾ ഇവരോട് സംസാരിക്കുന്നത് അപകടം ചെയ്യും. ഇപ്പോൾ ഈ പറയുന്ന ലിസ്റ്റിൽ ഇവർ ഈ 6 പേരല്ലാതെ ഒരാൾ എക്സ്ട്രാ വന്നിരുന്നെങ്കിൽ അയാളെയും ഇവൻ തട്ടിയേനെ, അയാളുടെ ഏർപ്പാട് ഇവൻ തീർത്തേനെ. ആ സമയത്ത് ജസ്റ്റ് ഈ കൊലപാതകം നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവിടെ ഒരു പോസ്റ്റ്മാൻ ഏതെങ്കിലും ഒരു ആവശ്യവുമായിട്ട് ഏതെങ്കിലും ഒരു ലെറ്ററുമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കോടതി രേഖയായിട്ടോ എന്തെങ്കിലും ഒരു സാധനവുമായിട്ട് ഒരു പോസ്റ്റ്മാൻ അവിടെ വന്നിരുന്നെങ്കിൽ അവനെ ഇങ്ങനെ തട്ടിയേനെ, അല്ല ഇവൻ തട്ടിയേനെ. പ്രത്യേകിച്ച് റീസൺ ഒന്നും വേണ്ട. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ രക്തചുരുക്കം ഇതാണ്. ഇപ്പോൾ കൊലപാതകം നടത്താൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. നമ്മുടെ സുരക്ഷിതത്വം നമ്മൾ തന്നെ എല്ലാവരും സ്വയം ഉറപ്പിക്കുക. അനാവശ്യമായ ഇതിൽ വള്ളിക്കെട്ടൊന്നും ചെന്ന് പിടിച്ചു വയ്ക്കാതിരിക്കുക. അതെ അതെ അതെ, അതേ നമുക്ക് ചെയ്യാൻ ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. നിസ്സഹായരാണ് എല്ലാ മനുഷ്യരും. സ്വന്തം മാതാവിനെയും പിതാവിനെയും ഒക്കെ കൊലപ്പെടുത്താൻ തയ്യാറുള്ള മനുഷ്യർക്ക് പുറത്തൊരാളെ ആക്രമിക്കുന്നതിൽ യാതൊരു മടിയും ഉണ്ടാവില്ല. അവരെ കൊലപ്പെടുത്തിയതിനേക്കാൾ ക്രൂരമായിട്ട് അവർ നിങ്ങൾക്ക് നേരെയും അക്രമം അഴിച്ചുവിടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. എനിക്ക് ഇതിലെ ലോജിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, എനിക്ക് എൻ്റെ കാമുകിയോട് ഭയങ്കരമായ പ്രണയമാണ്. പ്രണയമായതുകൊണ്ട് കാമുകി തനിച്ചാവാതിരിക്കാൻ വേണ്ടി കാമുകിയെ ഞാൻ കൊലപ്പെടുത്തി. ഇവൻ്റെ കേസാണ്. ഇങ്ങനെയാണോ ആ കുട്ടിയെ ഇത്ര ക്രൂരമായ ഒരു കുഞ്ഞിനോട് എങ്ങനെ ചെയ്യാൻ തോന്നുന്നു? അതാണ് പറയുന്നത്. കാരണം അവൻ ജീവൻ സ്നേഹം കൂടിയിട്ട് തലയല്ലി പൊളിക്കാൻ പറ്റൂ? അവളൊറ്റയ്ക്കായി പോകുന്നു. അതുകൊണ്ട് ഞാൻ തലയടിച്ച് പൊട്ടിക്കുന്നു. അതാണ് ഇത്തരം ക്രിമിനലുകളാണ്. പുറത്തുവിട്ടാൽ പിന്നെ അടുത്ത ആരെങ്കിലും നെഞ്ചത്ത് കയറും. അതെ, പുറത്തുവിടരുത്, പുറത്തേക്ക് ഇറക്കി വിടരുത്, പുറം ലോകം കാണാൻ പാടില്ല. നമ്മൾ വളരെ പ്രതീക്ഷയോടെ വളർത്തിയ കുഞ്ഞാണ് ആ വീട്ടുകാരെ. പിന്നെ നന്നായി പഠിക്കുന്ന ഒരു കെമിസ്ട്രി ഞങ്ങൾ എൻ്റെ കോളേജാണ്. അല്ല, ഇതിനകത്ത് ഈ പറയുമ്പം ഈ പ്രണയിക്കുന്ന ഇത്തരം പെൺകുട്ടികളും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇത്തരം മാനസികാവസ്ഥയോ അല്ലെങ്കിൽ ഇത്തരം ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ പിന്നാലെയൊക്കെ പോകാതെ പ്രണയിക്കണ്ട, അങ്ങനെയുള്ളവരെ പ്രണയിക്കണ്ട. ഇവരെ പിടുത്തം കിട്ടത്തില്ല. അതെ അതെ, ഇവർ ആ സമയത്ത് ഇല്ലേ ഈ പണി സിനിമയിലെ പയ്യന്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, അതുപോലെ ആയിരിക്കും. പെൺകുട്ടിക്ക് ഏറ്റവും അവസാനം വരെ മനസ്സിലാവുന്നില്ല. ഏറ്റവും അവസാന സെക്കൻഡിലാണല്ലോ ഈ ഗുണ്ടകൾ അവരെ പിടിച്ചോണ്ട് പോകുമ്പോഴാണ് ആ കുട്ടിക്ക് ഈ കാര്യം പിടികിട്ടുന്നത്. ശരിയാണ്, പലർക്കും ഇതാണ് പറ്റുന്ന അബദ്ധം. പലരുടെയും ഇവരുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇന്റർഫിയർ ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമുക്ക് സ്കെച്ച് വെക്കും. ഇവരുടെ കാര്യത്തിലേക്ക് ഇന്റർഫിയർ ചെയ്തു എന്നുള്ളത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഞാൻ രാവിലെ ഒരു പയ്യന്റെ കഥ പറഞ്ഞില്ലേ, മുടി വെട്ടാൻ പറഞ്ഞ ഒരു പയ്യനോട് ഒരാൾ മുടി വെട്ടാൻ പറഞ്ഞു. വളരെ വിനയത്തോടെ ഈ പയ്യൻ പറഞ്ഞു, അതിനെന്താ ഇന്ന് ചൊവ്വാഴ്ചയല്ലേ ചേട്ടാ, നാളെ വെട്ടിയാൽ പോരെ എന്നൊക്കെ വളരെ വിനയത്തോട് പറഞ്ഞു. അന്ന് വൈകിട്ട് അവൻ്റെ ഒരു ഓഡിയോ പുറത്ത് വന്ന് പറഞ്ഞ ആളുടെ അവസ്ഥ, മുടി വെട്ടാൻ പറഞ്ഞ ആളിനെ തെറി വിളിച്ചിട്ട്. അതാണ് പറഞ്ഞത്, പകലവര് നോർമൽ ആയിരിക്കും, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവരുടെ സ്വഭാവം മാറും. ശരി.